ഇറാനെതിരെ ട്രംപിന്റെ ഭീഷണികൾ അമേരിക്കയെ സാമ്പത്തികമായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇന്ത്യയുമായി വ്യാപാര തർക്കങ്ങൾ നിലനിർത്തിയാൽ അമേരിക്ക ഇതിലും മോശം സാഹചര്യം നേരിടേണ്ടി വരുമെന്നാണ് നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. ആ സാഹചര്യത്തെ മറികടക്കാൻ അമേരിക്ക തന്നെ മുൻകൈ എടുക്കുകയാണ്. അതിന്റെ തുടക്കമെന്നോണം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നതിന് തൊട്ടടുത്തുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ അധികൃതരുമായി ചർച്ചകൾ നടന്നു. അതേസമയം കരാർ എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ അവസാന വാരം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അമേരിക്കൻ വാണിജ്യ പ്രതിനിധി ജാമിസൺ ഗ്രീറും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കയുമായി ഇന്ത്യ എപ്പോഴും ചർച്ചകൾക്ക് സന്നദ്ധമായിട്ടുണ്ട്. തീരുമാനമാകാതെ കിടക്കുന്ന വിഷയത്തിൽ ഇപ്പോഴും ഓൺലൈൻ വഴി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിലെ ധാരണയ്ക്ക് കൃത്യമായ സമയം പറയാൻ കഴിയില്ല. ഇരു രാജ്യങ്ങളും സമ്മതമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അന്തിമ കരാറിന് അടുത്തെത്തി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിർണായകമായ കാര്യങ്ങൾ കരാറിന്റെ പരിധിയിൽ നിന്ന് മാറ്റിവെച്ചു. ഇത് ചർച്ചകൾ കുറച്ചുകൂടി എളുപ്പമാക്കുന്നു. രാഷ്ട്രീയമായും ആഭ്യന്തരമായും ഏറെ നിർണായക കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളാണ് നേരത്തെ ചർച്ചകളുടെ വേഗം കുറച്ചത്. അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ള 50% തീരുവയ്ക്കിടയിലും അവിടേക്ക് കയറ്റുമതിയുണ്ട്. ഡിസംബറിൽ 689 കോടിയുടെ കയറ്റുമതിയാണ് നടന്നത്. 2024 ഡിസംബറിൽ ഇത് $701 കോടി ആയിരുന്നു. നവംബറിൽ 698 കോടിയായിരുന്നു. ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച കരാറാകും യൂണിയനുമായി വരുന്നതെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കമ്പനി യൂണിയനിൽ ഉൾപ്പെട്ട 27 രാജ്യങ്ങളുമായുള്ള വാണിജ്യ ഇടപാടുകൾക്കാണ് കരാർ വഴിയൊരുക്കുക. മികച്ചതും പരസ്പരം നേട്ടമുണ്ടാകുന്നതുമാണ് നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ. ചരക്ക് സേവന മേഖലകളിൽ ഇരു വിഭാഗങ്ങൾക്കും തത്തുല്യമായ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഉഭയകക്ഷി വ്യാപാരം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ കരുത്താകുന്നതും ഇടപാടെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിയനുമായുള്ള കരാർ ഈ മാസം അവസാനത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ സൂചന നൽകുന്നുണ്ട്. കരാറിൽ 24 ചാപ്റ്ററുകളിൽ 20 എണ്ണവും അന്തിമമായിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ മാത്രമാണ് ഇനി ധാരണയിലെത്താനുള്ളത്. ജനുവരിയിൽ തന്നെ കരാർ പൂർത്തിയാക്കുന്നതിനാണ് ഇരുഭാഗവും ശ്രമിക്കുന്നതെന്നും പറയുന്നു. അതേസമയം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ എല്ലാ ഇടപാടുകളുടെയും മാതാവായിരിക്കുമെന്നും ഗോയൽ ഇവിടെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. നിർദ്ദിഷ്ട കരാർ ഇരുവിഭാഗത്തിനും നല്ലതും പരസ്പരം പ്രയോജനവുമാകുമെന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ കയറ്റുമതി മേഖലകൾക്ക് ഇതൊരു സൂപ്പർ ഡീലായിരിക്കും. 2014 മുതൽ NDA സർക്കാർ 7 വ്യാപാര കരാറുകൾക്ക് അന്തിമ രൂപം നൽകി. ഓസ്ട്രേലിയ, UK, ഒമാൻ, ന്യൂസിലാൻഡ്, UAE, EFTA ബ്ലോക്ക്, മൗറീഷ്യസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ചരക്കുകളുടെയും സേവനങ്ങളുടെയും കാര്യത്തിൽ ന്യായമായും സന്തുലിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വളർച്ചയ്ക്ക് വലിയ അവസരങ്ങൾ തുറക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ പരസ്പരം പൂരകമാണെന്നും മത്സരത്തിലല്ലെന്നും കൂട്ടിച്ചേർത്തു. ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, ഫിൻലാൻഡ്, ഹംഗറി, അയർലൻഡ്, നെതർലാൻഡ്സ്, പോർച്ചുഗൽ, പോളണ്ട്, ഡെൻമാർക്ക്, സ്വീഡൻ എന്നിവയുൾപ്പെടെ 27 വികസിത രാജ്യങ്ങൾ ഉൾപ്പെടുന്നതിനാൽ ഈ കരാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരാറായിരിക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നിർദ്ദിഷ്ട കരാറിലെ ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിന് വളരെ അടുത്താണെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞിരുന്നു. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുവരികയാണെന്നും അതിനാൽ ഈ മാസം അവസാനം ഉന്നത യൂറോപ്യൻ യൂണിയൻ നേതൃത്വത്തിന്റെ സന്ദർശന വേളയിൽ കരാർ പ്രഖ്യാപനത്തിന് തയ്യാറാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ഉയർന്ന തീരുവകൾ ഏർപ്പെടുത്തൽ ആഗോള വ്യാപാര പ്രവാഹത്തെ തടസ്സപ്പെടുത്തിയതിനാൽ ഈ കരാറും പ്രധാനമാണ്. ഇന്ത്യ 50% കുത്തനെയുള്ള തീരുവകൾ നേരിടുന്നു. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അവരുടെ കയറ്റുമതി വൈവിധ്യവൽക്കരിക്കാൻ FTA സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.